നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒത്തിരി നാളുകൂടി നമുക്ക് കുറച്ച് ദുപ്പട്ടാസ് കാണാം. പ്യുവർ മൊഡാളിൻ്റെ ദുപ്പട്ടാസാണ്. ഒത്തിരി രസമാണ്. ഒത്തിരി രസം എന്ന് പറഞ്ഞാൽ ഒത്തിരി രസമാണ്. കാരണം നമുക്ക് എന്തോരം എൻക്വയറി വരുന്നുണ്ട്, ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് സെയിലാവുന്നുണ്ട്. ഇത് പ്യുവർ മൊഡാളാണ്, സെമി ഒന്നുമല്ല. അജ്രക്ക് പ്രിൻ്റ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, നാച്ചുറൽ ഡൈ എല്ലാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. പാർട്ടി വെയർ ആയിട്ടിടുന്ന ഒരു ടൈപ്പാണ്. ഇതിനകത്ത് 2 അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ പറയാം. ഞാൻ നേരത്തെ ഇത് തന്നെ പറയുന്ന, നമ്മൾ മൊഡാളിൻ്റെ 1 മീറ്റർ തുണി എടുക്കണമെങ്കിൽ, പ്യുവർ എടുക്കണമെങ്കിൽ 800, 900, 1000 രൂപയൊക്കെ ആവും. ഇത് സുഖമായിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ചുരിദാർ സെറ്റ് ഇരിപ്പുണ്ട്. 3900, 4000 ആ ഒരു റേറ്റാണ് ചുരിദാർ സെറ്റ്, ഫുൾ സെറ്റിന്. അത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയ്ക്ക് ഉള്ള റേറ്റ്. ഇതിനിപ്പം എത്ര റേറ്റ്? 1500 താഴെ ഉള്ളൂ ഈ ഇതിൻ്റെ വില. ഇത് വെച്ച് നല്ല ഒന്നാന്തരമായിട്ട് മൊഡാളിൻ്റെ ഒരു ടോപ്പ് തയ്ക്കാം. ഞാനതേ പറയുള്ളൂ. ഷോൾ വയ്ക്കുക എന്ന് പറയുന്നത്, പക്ഷേ ടോപ്പ് തയ്ക്കും. ഞാനാണെങ്കിൽ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ബോട്ടം ഇട്ടാൽ മതി. ഷോൾ ഇടുന്നില്ലാത്തവർക്ക്, ഷോൾ ഇടുന്നവർക്ക് ഒരു മൊഡാളിൻ്റെ ഷോൾ ഉണ്ടെങ്കിൽ ഇടാം. ഷോൾ ഇടാതെ ഇടുന്ന നല്ല ഭംഗിയത് നമുക്ക് ഇതിനെ രസമാണ്. ഇപ്പം ഞാൻ ചുരിദാറാണ് ഷാളാണ് കാണിക്കുന്നത്, ഏതാ കാണിക്കുന്നില്ല. ആദ്യം കുറച്ച് പ്രാവശ്യം ഷോൾ ഇട്ടോ, അതായത് ഞാൻ പറഞ്ഞു ഇത്രയും പൈസ മുടക്കിയാൽ പോലും നമുക്കത് വർത്താണ്. പിന്നെ ഇത് ഉറപ്പായിട്ടും ഡ്രൈ വാഷേ പാടുള്ളൂ. നിങ്ങളുടെ ഓൺ റിസ്കിലല്ലാത്ത വാഷ് എന്ത് വേണേൽ ചെയ്തോ. പിന്നെ ഡയറക്റ്റ് പെർഫ്യൂമോ സ്പ്രേയോ ഒന്നും ഇതിലേക്ക് അടിക്കരുത്. ഇത് നാച്ചുറൽ ഡൈ ആണ്. അതൊക്കെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. നമ്മൾ സ്കിന്നിൽ അടിക്കാവുന്ന ഡിയോഡ്രൻ്റൊക്കെ അടിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ബോൾ ഡയറക്റ്റ് കൊണ്ടുപോയി ഇതിലോട്ട് സ്പ്രേ അടിക്കരുത്. സ്ഥിരമായിട്ട് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ കളർ പോകും. വില കൂടുന്തോറും, ഉയരം കൂടുന്തോറും, ചായയുടെ ഏതാണ്ട് പരസ്യം പറയുന്ന പോലെ വില കൂടുന്തോറും കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. നല്ല രസമല്ലേ? ഇഷ്ടം പോലെ 2.5 മീറ്ററോ 4 മീറ്ററോ 4 2 ഇഷ്ടമുള്ളത് നോക്കി എടുത്ത് വന്നിട്ടുണ്ടല്ലോ. ആദ്യത്തെ പ്രാവശ്യം ഇത് തയ്ച്ചിട്ട് നല്ല ദുപ്പട്ട എടുത്ത് നല്ല കുർത്തി തയ്ച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇത് ഡോട്ട്സ് നല്ല, അതിനൊരു പ്രത്യേക അഴക് തന്നെ അല്ലേ. ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലോട്ട് വെച്ചിട്ട് ഒരു ബോർഡറൊക്കെ വെച്ചിട്ട് ഒരു ടോപ്പ് തയ്ക്കുക. നല്ല ഇച്ചിരി നല്ല തുണിയിട്ട് വേണം ലൈനിങ് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഷോളിൻ്റെ സെയിലല്ല എടുത്തുകൊണ്ട് എനിക്കിത് കണ്ടത് എൻ്റെ മനസ്സിൽ. ഇത് കഫ്താൻ തയ്ക്കാൻ സൂപ്പറാണ്. കഫ്താൻ ഇഷ്ടമുള്ളവർക്ക്, മൊഡാളിൻ്റെ കഫ്താൻ എടുക്കണമെങ്കിൽ നിങ്ങളെന്നോർത്തേക്കും 3000 രൂപയൊക്കെയാണ് ശരിക്കും മൊഡാളിൻ്റെ, പ്യുവർ മൊഡാളിൻ്റെ കഫ്താൻ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ. അതേസമയം ഇതൊരെണ്ണം എടുത്തിട്ട് കഫ്താൻ തയ്പ്പിക്കുക. നല്ല ഒന്നാന്തരമായിട്ട് കഫ്താനായിട്ട് ഇടുകയും ചെയ്യാം. 1500 രൂപയിൽ താഴെ തയ്യക്കൂലിയും കൂടെ കൂട്ടി അത്രയേ ആവുള്ളൂ റേറ്റ്. നല്ലൊരു കളറാട്ടോ, മെറൂണിൻ്റെ ഒരു ഷെയ്ഡ്, മെറൂണും പിന്നെ ബ്രിക്കും ഒക്കെ, ബ്രിക്കിൻ്റെ കളറും ഒക്കെ കൂടെ കൂടിയ ഒരു ഷെയ്ഡ്. അജ്രക്ക് പ്രിൻ്റ്, എല്ലാം അജ്രക്ക് തന്നെയാണ്. മൊഡാള് മിക്കതും അജ്രക്ക് പ്രിൻ്റിലാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഭംഗി, അതാണ് അതിൻ്റെ അട്രാക്ഷൻ, അതാണ് അതിൻ്റെ ഡിമാൻഡ് കൂടുതലും അത് തന്നെയാണ്. ഇങ്ങനെ ഈ ബോർഡർ വന്നേക്കുന്നുണ്ടല്ലോ. ഞാനൊരു മൊഡാൾ പ്രാന്തിയാണ് ഭയങ്കരമായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഒരിക്കൽ പോലും മൊഡാൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ എന്ന്. ഞാൻ അത്യാവശ്യം നമുക്കൊരു സ്പെഷ്യൽ വെയർ ആയിട്ടുള്ളതെല്ലാം മൊഡാൾ എടുക്കുള്ളൂ. ഒരിക്കലും ടെസർ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കത്തില്ല. പിന്നെ ഡെയിലി ഇടാൻ കോട്ടൺ പറയുന്നത്, അതാണ് നമുക്ക് പറ്റിയത്. അപ്പം മൊഡാൾ എടുക്കുമ്പോഴെല്ലാം ഇപ്പം ഞാൻ എന്നിട്ട് ഓർക്കുക, ചുരിദാർ സെറ്റ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കും. 4000, 5000 രൂപയൊക്കെ ആവും ചുരിദാർ സെറ്റ് എടുക്കുമ്പോഴത്തെ വില. എന്നെ സംബന്ധിച്ച് ഞാൻ നോർമലി നടക്കുമ്പോൾ ഷോൾ ഉപയോഗിക്കത്തില്ല. എനിക്കത് നഷ്ടമാണ്. ഈ ഒരു ഷോൾ എടുത്ത് ടോപ്പ് തയ്ച്ചാൽ പോലെയെന്ന് ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം എല്ലാം ഓർത്തു. പിന്നെ ഈ കളറുകളെല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാനല്ല ഇപ്പം എപ്പോഴേ എടുത്ത് ടോപ്പ് തയ്ച്ചെന്ന് വിചാരിച്ചാൽ. ഒരു മൊഡാളിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ വരും കേട്ടോ. കാരണം ഹാൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സീലടിക്കുകയല്ലേ, സീല് പോലെ കൈകൊണ്ട് ചെയ്യുന്ന, ബ്ലോക്ക് ചെയ്ത് എന്നതിന് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലൊന്നും ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഇതും കൊണ്ട് ഇത് ഡാമേജോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതാണ് പറഞ്ഞ ഡയറക്റ്റ് സ്പ്രേ ഒന്നും ചെയ്യരുത്. എല്ലാം രസമല്ലേ? ഇത് ബ്ലാക്ക് കണ്ടോ, താഴത്തെ ഭാഗം കാണിക്കുന്നുണ്ടോ? അതാണ് അതിൻ്റെ ഹൈലൈറ്റ്.
പിന്നെ അടുത്തത് ഡോണ്ടു ഇതില്ലേ, ഇത് മൊഡാളിൻ്റെ തന്നെ പല ഇതുണ്ട്, ഗ്ലോ ഉള്ളതും ഗ്ലോ കുറഞ്ഞതും അങ്ങനത്തെ ഉണ്ട്. ഇത് ഉറപ്പായിട്ടും ഡ്രൈ വാഷ് അല്ല ചെയ്യരുത് കേട്ടോ. ഈ ഒരു കാരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്, കാരണം ഇത് നാച്ചുറൽ ഡൈ ആണ്, ഡീപ്പ് ഡൈയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നനഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പാളിയിലെ കളർ ഇളകും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് മുക്കുക, എന്നാ പറയുന്നത്, കളർ ഗാർഡ് എല്ലാ ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഷോപ്പിലൊക്കെ ഉണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കുറച്ചെടുക്കുക. നമ്മളിപ്പം സ്റ്റാർച്ച് ചെയ്യാൻ എടുക്കില്ല, കുറച്ചെടുത്തിട്ട് ഇപ്പം ഇത് മാത്രമാണ്, ഇത് മുങ്ങാനുള്ള അത്രയും വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. ഈ ഒരു സാധനം നല്ലതായിട്ട് എല്ലാ ഭാഗത്തും അത് പറ്റണം. എന്നിട്ട് സ്പിൻ ചെയ്യരുത്, അതേപടി വിരിച്ചിടുക. വിരിച്ചിട്ടിട്ട് പിന്നെ ഉണങ്ങുമല്ലോ, ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അപ്പം അത് കളർ ഗാർഡ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയി, പിന്നെ അത് വാഷ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡ്രൈ വാഷിനെ പോകാവുള്ളൂ, കാരണം ഇത്ര ഡീപ്പ് ഡൈയിങ് ആണ്. ഭംഗിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കത്തില്ല. ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ഇട്ടോ. ഇത് മൊഡാളിൻ്റെ ഭയങ്കര ഗ്ലോ ഇല്ലാത്ത കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കോട്ടൺ ആണോ റയോൺ ആണോ എന്ന്. പക്ഷേ ഇത് മൊഡാൾ തന്നെയാണ്, കോട്ടൺ റയോൺ ഒന്നും അല്ല കേട്ടോ. മനസ്സിലാക്കി വേണം വാങ്ങിക്കാൻ, അല്ലാതെ നാളെ വന്നിട്ട് അയ്യോ ഇതൊന്നും മൊഡാളല്ല എന്ന് പറഞ്ഞ് കളയരുത്. ഇവിടെ വന്ന് വെച്ച് തർക്കിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് ആ സിൽക്കല്ല ഈ സിൽക്കല്ല. ഒരു സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സ്റ്റഫ് എന്ന് പറഞ്ഞാലും എല്ലാം അതിൻ്റെ പലതുണ്ട്. അത് റയോൺ അല്ല കേട്ടോ. ഡാർക്ക് മെറൂൺ. ഈ ഷോളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഷോൾ ഇടുക കാലത്ത് ഞാൻ എന്തിനാണ് ഷോൾ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ ഓർക്കും. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഷോള് വേണ്ടേ. റെഡ് ക്രിസ്മസ് വരുമ്പോഴത്തേനും ഇനിയിപ്പോൾ എല്ലാം റെഡ് കണ്ട അന്നേരം ക്രിസ്മസ് നമ്മൾ വിചാരമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവലും ക്രിസ്മസാണ്. ഏറ്റവും ഡിസംബർ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്, അത്ര ഇഷ്ടം. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ആ ഭ്രാന്തല്ല, പോവും അല്ലേരുമുള്ള പോലെ ഭ്രാന്ത് ആന്ന് എനിക്ക് ഭ്രാന്തുണ്ട്. ഭ്രാന്തുള്ളവരാരും ഭ്രാന്തുണ്ടെന്ന് സമ്മതിക്കാറില്ല. എനിക്ക് ഭ്രാന്തുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഡൈയിങ്ങിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ കളർ ഒരുമാതിരി അങ്ങനെ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ തോന്നും. അത് അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ആണ് കേട്ടോ, അല്ലാതെ രണ്ട് കളർ ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്. കോഫി ബ്രൗണും വൈറ്റേ കൂടെ കോഫി ബ്രൗണിൻ്റെ ഒരു പാളി പോയേക്കുന്ന പോലുള്ള ഒരു ഇത് നല്ല രസമാണ് കാണാൻ. കോഫി ബ്രൗൺ കുർത്തിയുടെ കൂടെ ഒരു നമുക്കിവിടെ പ്ലെയിൻ കുർത്തി ഇരിപ്പുണ്ടെങ്കിൽ റയോണിൻ്റെ നല്ല കോഫി ബ്രൗൺ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞു അയ്യോ ആ കുർത്തിയുടെ സ്റ്റൈല് തന്നെ വേറെ. ചുമ്മാ സിമ്പിൾ റയോണിൻ്റെ കുർത്തിയായിരുന്നു, കുർത്തിയുടെ സ്റ്റൈല് തന്നെ അങ്ങ് മാറിപ്പോയി, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. എന്താ ഇത് മൾട്ടി കളേഴ്സ്, നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ കൂടെയോ മെറൂണിൻ്റെ കൂടെയോ ഒക്കെ ഇടാം, എല്ലാം ഇടാം കേട്ടോ. ഈ മൊഡാളിൻ്റെ ചുരിദാറിനുള്ള ഇതുള്ള ഒരു കുഴപ്പം, പ്ലെയിൻ കളറിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിടാം. പിന്നെ കളർ മാച്ചിങ് അത് ഇതും തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇതിനകത്ത് മെറൂണാണ് കൂടുതൽ, മറ്റേതിനകത്ത് ബ്ലാക്കാണ് കൂടുതൽ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി അയക്കാവുള്ളൂ. ഇതിനൊക്കെ പിന്നെ ബോർഡറും കാര്യങ്ങളും സൈഡിലുള്ളതുകൊണ്ട് കയ്യേലൊക്കെ അതൊക്കെ വെച്ചേ തയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒന്നും ടോപ്പ് തയ്ക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും, ഐഡിയാസ് വേണം. ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ മാത്രമല്ല, ഫാഷൻ സ്വയം ഡിസൈൻ ചെയ്യാൻ പറ്റണം, അതിന് പഠിക്കണമെന്നൊന്നുമില്ല. മുടലല്ലേ, മുടലല്ലാത്ത ഇന്നത്തെ ഇരിക്കുന്നുണ്ടല്ലോ. റേറ്റ് ഉള്ളതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് റേറ്റ് ഉള്ളതാണ് കേട്ടോ. റേറ്റ് ഉള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. റേറ്റ് ഇല്ലാത്തതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഒറിജിനൽ വേറെ, അപ്പോൾ ആ റേറ്റ് ആയിരിക്കും. ഇത് നേവി ബ്ലൂ. ഒന്ന് കാണിച്ചോ, വേറെ ഈ ഡിസൈനാണ് കാണിച്ചല്ലേ, വേറെ കളർ അപ്പോൾ കാണിച്ചു. ഇതും ഒന്ന് കാണിച്ചോ, ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഡിസൈന് വ്യത്യാസമുണ്ട്, ഡിസൈൻ വ്യത്യാസമുണ്ട് കണ്ടോ. നല്ല രസമല്ലേ കാണാൻ, എന്നെ സ്റ്റാൻഡേർഡാണെന്നറിയാം. ഇതങ്ങ് ലുക്ക്
അതിൻ്റെ ഒരു ഇങ്ങനെയൊക്കെയാണ് അത് ഇടേണ്ടത് ശരിക്കും. അല്ലാതെ മൊഡാളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വൺ സൈഡ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിലെ നമ്മുടെ മുഖത്തിൻ്റെ ഗെറ്റപ്പ് തന്നെ മാറും. അതാണ് വില കൂടിയ തുണി ഇട്ടാൽ സ്റ്റഫിനുള്ള വ്യത്യാസം വരുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഗെറ്റപ്പ് മാറുന്നതിൻ്റെ ഒരു ഇത്. ഇതൊക്കെ ഇടുമ്പോൾ എന്നാ പൈസ മുടക്കിയുള്ള സാധനങ്ങൾ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം വരും. 1-2 മൊഡാൾ ഷോളൊക്കെ നമുക്ക് വേണമെന്നേ, പല കളറിലുള്ളതൊക്കെ കുറച്ച് 1-2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ എടുത്ത് കുർത്തി അയച്ചോ. മൊഡാളിന് ഇപ്പോൾ എന്നും എവർഗ്രീൻ ആയിട്ടുള്ളൊരു സാധനമല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.